ബിനുചേട്ടാ ഇപ്പം ഇതിനകത്ത് വരുന്ന സമയത്ത് ഇതിനകത്ത് ഓൾറെഡി ഒരു എഡിറ്റർ ഉണ്ട്. ബിനുചേട്ടന് കാസ്റ്റിംഗ്, AD, എല്ലാ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എല്ലാ ഇതിലും ഇല്ല, എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനത്തെ റോൾസ് ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒക്കെ ഭാഗം ഒരു റോള് ചൂസ് ചെയ്യുമ്പോൾ വരാറുണ്ടോ? ലൈക്ക് ഓക്കെ അങ്ങനെ ഒരു ചിന്തിക്കാറുണ്ടോ? ഇപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ ചിന്തിക്കാറുണ്ടോ? ബിനുചേട്ടന് റോൾസ് വരുന്ന സമയത്ത് ഈ സിനിമക്ക് ഇതിലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, അതിനൊരു ഡയറക്ടർ ഉണ്ട്, ക്യാമറാമാൻ. അല്ല, ബിനുചേട്ടന് ക്യാരക്ടർ വരുന്ന സമയത്ത് ആ ക്യാരക്ടർ ഞാനത് ഡയറക്ടർ പറയുന്നതാണ് എടുക്കാറ്. കാരണം അവര് ആ ക്യാരക്ടർ കണ്ടുവച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ വേറെ സൈഡിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായി പോകും. അല്ല പിന്നെ രീതിയിലൊക്കെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഓൾറെഡി ഇങ്ങനെ ചിന്തിച്ചൊക്കെ വന്ന് അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഡയറക്ടർ പറയാം അങ്ങനെയല്ല വേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സെറ്റ് ചെയ്ത് വെച്ചാകെ പൊളിഞ്ഞു പോയല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് ഇന്നേ വരെ ഒരു ക്യാരക്ടറിനെ ഞാൻ അപ്രോച്ച് ചെയ്തില്ല. ആ സെറ്റിൽ ചെന്ന് ഡയറക്ടർ എന്താണ് പറയുക, അല്ലെങ്കിൽ അതിന്റെ മുന്നേ ഡിസ്കഷൻസും മീറ്റിംഗ്സും ഒക്കെ നടക്കുമല്ലോ. അപ്പം നമുക്ക് ഒരു ഐഡിയ കിട്ടും ഇങ്ങനെയാണ്, അത് നമ്മളൊന്ന് ആലോചിച്ചിട്ട് പോകും. അതല്ലാണ്ട് നമ്മൾ സ്വയമേ നമ്മളാ ജോലി ചെയ്യുന്നതിനെ കൊണ്ട് അങ്ങനെ ആലോചിക്കൊന്നുമില്ല. തുടരും നമുക്ക് ഈ ഇന്റർവ്യൂ തുടരുന്നല്ല, തുടരുമിന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ? അപ്ഡേറ്റ്സ് ലൈക്ക് അതിന്റെ ഫൈനൽ വർക്ക്സ് ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, മ്യൂസിക് പരിപാടികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഫുള്ളി ലൈക്ക് നമ്മൾ ഏപ്രിലൊക്കെ ആകുമ്പോൾ പ്രതീക്ഷിക്കാം.